സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, യുദ്ധം വളരെ സങ്കീർണമായി തന്നെ മുന്നോട്ട് പോകുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ യുദ്ധത്തിലേക്ക് ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ഈ യുദ്ധത്തിലേക്ക് ഹൂത്തികൾ കൂടി പങ്കു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമണം ആരംഭിച്ച് ദിവസങ്ങൾക്കകം തന്നെ ഹിസ്ബുള്ള ഈ ആക്രമണത്തിലേക്ക് പങ്കുചേർന്നിരുന്നു. അതുപോലെ തന്നെ ഇറാഖിലുള്ള ഇറാന്റെ ഷിയ ഗ്രൂപ്പുകളും യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു. പക്ഷേ ഇതുവരെയായും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പിൽ പ്രധാന പങ്കാളികളായ യമനിലെ ഹൂത്തികൾ ഈ യുദ്ധത്തിൽ പങ്കുചേരാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനിടക്ക് അമേരിക്ക പിൻവാങ്ങുവാനുള്ള ചില തന്ത്രങ്ങൾ മെനയുന്നതിനിടക്കാണോ നിങ്ങൾ പോകല്ല, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്, യുദ്ധം അത്തരത്തിലൊന്നും നിങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ അമേരിക്ക പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് പോകല്ല എന്ന് പറഞ്ഞ് അവർ യുദ്ധത്തിലേക്ക് പങ്കുചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേലിലേക്ക് ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്നലത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. അതായത് വെള്ളിയാഴ്ച രാത്രി ഇസ്രയേൽ ഇറാനിലെ ആണവായുധ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ ആക്രമണം നടത്തുന്നു. അതിനുശേഷം അബ്ബാസ് അറാക്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രി, വന്ന് പറയുന്നു, ഞങ്ങളുടെ സിവിലിയൻ ന്യൂക്ലിയർ സൈറ്റുകളെ ആക്രമിച്ചതിന് ശക്തമായ വില നൽകേണ്ടി വരും ഇസ്രയേൽ, ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ താക്കീതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ബാസ് അറാക്ചി രംഗപ്രവേശനം നടത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൂത്തികളുടെ നേതാവ് രംഗപ്രവേശനം നടത്തുന്നു. അതായത് ഇറാനിൽ നടക്കുന്ന യുദ്ധത്തിലേക്ക്, ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തുന്ന ഈ ആക്രമണത്തിലേക്ക് മൂന്നാമതൊരു രാജ്യം പങ്കുചേരുകയാണെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുമെന്നും, ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി ഇസ്രയേലോ അമേരിക്കയോ ചെങ്കടൽ ഉപയോഗിച്ചു കഴിഞ്ഞാലും ഉടനടി ഞങ്ങൾ യുദ്ധത്തിലേക്ക് പങ്കുചേരുമെന്ന് വാൺ ചെയ്തുകൊണ്ട് ഹൂത്തിയുടെ സ്പോക്സ് പേഴ്സൺ രംഗപ്രവേശനം നടത്തുന്നു. വെള്ളിയാഴ്ച രാത്രി ഈ സംഭവം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോൾ ശനിയാഴ്ചയാണ് ഇസ്രയേലിലേക്ക് ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം സ്ഥിരീകരിക്കുന്നത്. ഇസ്രയേൽ അത് വിജയകരമായി തടഞ്ഞു എന്ന് പറയുമ്പോഴും ഹൂത്തികൾ ഈ യുദ്ധത്തിലേക്ക് ചേർന്നു എന്ന് പറയുന്നത് വളരെ ശക്തമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് നാം സംസാരിക്കുന്നത്. കാരണം ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ, അമേരിക്ക പോലും ഏറെ ബുദ്ധിമുട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലോകം തന്നെ ഏറ്റവും വലിയ എനർജി ഷോർട്ടേജിലേക്ക് പോകാനുള്ള കാരണം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. ഹൂത്തികൾ യുദ്ധത്തിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർ ചെങ്കടലിലെ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങുകയും ബാബുൽ മന്ദബ് വഴി പോകുന്ന മുഴുവൻ കപ്പലുകളെ അവർ ലക്ഷ്യമിടുകയും ലോകം ഏറ്റവും വലിയ, ഇന്നുവരെ കാണാത്ത ഒരു എനർജി ഷോർട്ടേജിലേക്ക് പോവുകയും ബാരലിന് ഇറാൻ പറഞ്ഞതുപോലെ $200 മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഈ യുദ്ധം ഇസ്രയേലിന് കൂടുതൽ സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാക്കും. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ സൗദിയുടെ കിഴക്ക് പടിഞ്ഞാറ് പൈപ്പ് ലൈൻ വഴി 7 ദശലക്ഷം എണ്ണ കടത്തുവാനുള്ള ശേഷിയുണ്ടെന്നും, അതുവഴി ഇപ്പോൾ തന്നെ 5 ദശലക്ഷം ബാരൽ എണ്ണ ശേഷി പ്രതിദിനം യാൻബു തുറമുഖത്ത് എത്തിച്ചുകൊണ്ട് സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലിലേക്ക് കടത്തി സൗദി വ്യാപാരം നടത്തുന്നുണ്ട് എന്നും ഇപ്പോൾ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ഇത് സൗദി അരാംകോ അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും, അത്ര പെട്ടെന്ന് അതിലൊരു പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം, ഈ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടന്നത് കൊണ്ട് തന്നെ അതിനെ മറികടക്കുവാൻ വേണ്ടി സൗദി ഇത്തരത്തിൽ ചെങ്കടൽ വഴി വ്യാപാരം നടത്തുന്നുണ്ട് എന്നുള്ള വിഷയം. ഈ ഒരു കപ്പൽ പാത, അതായത് യാൻബു തുറമുഖത്തേക്ക് സൗദി എണ്ണ എത്തിച്ചാൽ തന്നെയും സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും ഹൂത്തികൾ ഈ യുദ്ധത്തിലേക്ക് പങ്കുചേരുകയാണെങ്കിൽ ബാബുൽ മന്ദബ് വഴി പോകുന്ന കപ്പലുകളെ ഹൂത്തികൾ ലക്ഷ്യമിടുകയും അങ്ങനെ ചെങ്കടൽ പാത സൗദിക്ക് നഷ്ടമാവുകയും ചെയ്യും. ഇത് ലോകത്തെ എനർജി ഷോർട്ടേജിനെ ഒന്നുകൂടി
അധികരിപ്പിക്കുകയും വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇസ്രയേലിലേക്ക് ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിലും അത് ഇസ്രയേലിനെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വ്യാപാരങ്ങളും വ്യാപാര കപ്പലുകളും ചെങ്കടൽ വഴി ഇസ്രയേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ബാബുൽ മന്ദബ് അടഞ്ഞു കഴിഞ്ഞാൽ, ഹൂത്തികൾ യുദ്ധത്തിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ അത് ഇസ്രയേലിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. ഇസ്രയേലിന് ആവശ്യ സാധനങ്ങൾ ചെങ്കടൽ വഴി ഇസ്രയേലിലേക്ക് കടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇസ്രയേലിലേക്ക് മാത്രമാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയതെങ്കിലും അവർ ചെങ്കടലിൽ വരും ദിവസങ്ങളിൽ ആക്രമണം നടത്തുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടി തന്നെ വരും. അത്തരത്തിൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ലോകം നേരിടുന്നത് ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള എനർജി ഷോർട്ടേജ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വെള്ളിയാഴ്ച ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷം തന്നെ തെല്ലവീവിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അതിശക്തമായി വന്ന് പതിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റുകയും നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ മരണസംഖ്യയും പരിക്കുകളും പലപ്പോഴും മൂടിവെക്കുന്നുണ്ടെങ്കിൽ പോലും അല്പം ചില വാർത്തകൾ അവിടുത്തെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ശനിയാഴ്ച ജെറൂസലേമിലേക്കും ഇത്തരത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് പതിക്കുകയും നേരിട്ട് ഹിറ്റ് ചെയ്യുകയും വളരെ വലിയ നാശനഷ്ടങ്ങൾ ആ മേഖലയിൽ ആകെ ഉണ്ടാവുകയും നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇസ്രയേലിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇങ്ങനെ ശക്തമായി കടന്നു വരികയും അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ക്ലസ്റ്റർ മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും ഇറാൻ പ്രയോഗിച്ച് ഒരു പ്രദേശം അത്തരത്തിൽ തന്നെ ചെറിയ ചെറിയ ബോംബുകൾ 2.5 കിലോ ഭാരമുള്ള സ്ഫോടക വസ്തു നിറച്ച ഇത്തരത്തിലുള്ള ക്ലസ്റ്റർ ബോംബുകൾ വന്ന് വീണ് നിരവധി പരിക്കുകൾ പറ്റുന്നതോടൊപ്പം അതിനിടയ്ക്ക് 100-150 കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച ബാലിസ്റ്റിക് മിസൈലുകളും വന്ന് പതിക്കുമ്പോൾ ഇസ്രയേലിൽ പൊറുതിമുട്ടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ സൈനിക മേധാവി തന്നെ പറഞ്ഞത് ഹിസ്ബുള്ളയുമായും ഇറാനുമായും ഇത്തരത്തിൽ യുദ്ധം തുടരണമെങ്കിൽ നമുക്ക് തീർച്ചയായും സൈനികരെ റിക്രൂട്ട് ചെയ്യൽ വളരെ അത്യാവശ്യമാണ്, ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവും പറയുന്നത് നിരവധി സൈനികർ ഈ യുദ്ധത്തിലൊക്കെ മരിച്ചു കഴിഞ്ഞു, ഇവിടെ സൈനിക ഷോർട്ടേജ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്, ഇത്തരത്തിൽ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു, നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ ഇറാന്റെ കഴിഞ്ഞ 12 ഡേ വാറിൽ തന്നെ തകർന്നു പോയത് നമ്മൾ ശരിയാക്കിയിട്ടില്ല. ഈ ഒരു യുദ്ധത്തിൽ ഇത്രയും വലിയ പരിക്കുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മെഡിക്കൽ എമർജൻസിയിലേക്ക് ഇസ്രയേൽ പോകുമ്പോൾ ഈ ഒരു പരിമിതമായ ഹോസ്പിറ്റൽ സംവിധാനങ്ങളിലൂടെ നമ്മളെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത്, ഇത്തരത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും തന്നെയുള്ള ബാലിസ്റ്റിക് റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ശേഷി തന്നെ ഇസ്രയേൽ കുറഞ്ഞു വരുമ്പോൾ ഹൂത്തികളെപ്പോലെ അതിദൂരത്തേക്ക് ഇസ്രയേലിനെ വർഷങ്ങളായി ആക്രമിച്ച് പരിചയമുള്ള ഒരു സംഘടന യുദ്ധത്തിലേക്ക് ചേരുമ്പോൾ ഇസ്രയേലിന് അത് വലിയ തലവേദന ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 2023 ഒക്ടോബർ 7 ഗസയിലേക്ക് യുദ്ധം നടത്തിയതുകൊണ്ട് ഗസയിലെ ഹമാസുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ അന്നു മുതൽ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അങ്ങനെ 2 വർഷം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ 2025 ഒക്ടോബറിൽ ഗസയുമായി ഹമാസുമായി ഇസ്രയേൽ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയപ്പോഴാണ് ഹൂത്തികൾ ഇസ്രയേലിലേക്കുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ ഇതാ മാസങ്ങൾ കഴിയുമ്പോൾ ഹൂത്തികൾ ഇസ്രയേലിലേക്കുള്ള ആക്രമണം വീണ്ടും പുനരാരംഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനിടക്ക് ഹൂത്തികളെ യമനിൽ പോയിക്കൊണ്ട് നിരവധി ബോംബാക്രമണങ്ങൾ നടത്തി ഇസ്രയേൽ അവരെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇസ്രയേൽ ഇത്തരത്തിൽ ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഒക്കെ നശിപ്പിച്ചു എന്ന് പറയുമ്പോഴും പൂർവാധികം ശക്തിയോടുകൂടി നമുക്കറിയാം, ഇപ്പോൾ ഹിസ്ബുള്ള 100-150 റോക്കറ്റ് ആക്രമണങ്ങളാണ് ഒരേ സമയം ഇസ്രയേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിൽ നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുവാനും മറ്റുമൊക്കെ ഹിസ്ബുള്ളക്ക് ഇന്നും കഴിയുന്നു എന്നുള്ളത് ഹിസ്ബുള്ളയെ ഒരു രീതിയിലും ഇല്ലാതാക്കുവാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹൂത്തികളും ഇസ്രയേലിലേക്ക് ഇത്തരത്തിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി ധൈര്യത്തോടുകൂടെ യുദ്ധത്തിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ
ഹൂത്തികളെയും അവരുടെ ശക്തിയെയും കുറക്കുവാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ആക്രമണങ്ങളൊക്കെയും തെളിയിക്കുന്നത്. പിന്നെ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ഇവരുടെ ആസ്ഥാന കേന്ദ്രമായ ഇറാനിലെ ഏതെങ്കിലും ഒരു നേതാവിനെ വധിച്ചത് കൊണ്ട് മാത്രം ഇറാനിൽ ഒരു റിജീം ചേഞ്ച് കൊണ്ടുവരുവാനോ ഇറാനെ എന്തെങ്കിലും ചെയ്യുവാനോ ഈ അടുത്ത കാലത്തൊന്നും ഇസ്രയേലിന് കഴിയില്ല എന്നുള്ളത് അതിന് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ ഈ രീതിയിൽ തന്നെ തുടർന്നു പോകുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും വരും ദിവസങ്ങളിൽ ഹൂത്തികൾ ചെങ്കടലിൽ എത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ടി വരും. ഈ യുദ്ധം ഈ ഒരു ചെങ്കടലിലേക്ക് ഹൂത്തികൾ ചേർന്ന് കഴിഞ്ഞാൽ ഇസ്രയേലിനെ സാമ്പത്തികമായും മറ്റും ഏത് രീതിയിൽ തളർത്തുമെന്നതും നോക്കിക്കാണേണ്ടി വരും. ലോകം വലിയ എനർജി ഷോർട്ടേജിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.